നിങ്ങളെങ്ങാനും വെയിൽസ് വരുന്നുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് എന്തായാലും വിട്ടുപോകരുത്. അപ്പോൾ അതെ നമ്മൾ പിന്നെയും യാത്ര തുടങ്ങിയേക്കാണ്. അപ്പോൾ ഇന്നാണ് ശരിക്ക് വെയിൽസിൽ കുറച്ച് പരിപാടികളുള്ളത്. അത് കുറച്ച് സ്പെഷ്യൽ തന്നെയാണ്. എന്തായാലും അവിടെ കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് രാവിലെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് അതിന് 10 മിനിറ്റ് ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാണ് അറിഞ്ഞു. അപ്പോൾ ഇപ്പോൾ 8:23 ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ 8:13 ബാക്കി വിശേഷം. ആ ട്രെയിൻ ക്യാൻസലായിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുത്ത ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അധികം ചിലവൊന്നുമില്ല ഇവിടെ. ടിക്കറ്റ്സ് ഉള്ളത് റേറ്റ് എന്തായാലും ടാക്സിക്കും കൂടി എത്ര അന്വേഷിച്ചിട്ട് വേണം ഇത് നോക്കാൻ വേണ്ടിയിട്ട്. ടാക്സി ഫ്രണ്ടാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഒന്ന് വിളിച്ച് നോക്കി നോക്കണം. അപ്പോൾ ആ പോണ പുള്ളിയാണ് എനിക്ക് ഇവിടുന്ന് ഇതിൻ്റെ കേസൊക്കെ പറഞ്ഞു തന്ന്. ഇവിടെ ടാക്സിയുടെ ഇതുണ്ടായിരുന്നു, ഇവിടുത്തെ ലോക്കൽ ടാക്സികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല പൈസ വരുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ടാക്സി ഞാൻ ചോദിച്ചപ്പോൾ ഇവിടുന്ന് അടുത്തുള്ളൊരു സ്റ്റേഷനിലേക്ക് 68 പൗണ്ട് സംതിങ് വരുന്നുണ്ട്. സോ ഇവിടെ ട്രാവലിങ് ടാക്സി വഴി നല്ല ഇതാണ്. പിന്നെ ഇവിടെ മറ്റേ ഈ ബോൾട്ട് പോലത്തെ ആപ്പ് വാങ്ങുന്ന സംഭവമൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നു. അത് കാരണം തൽക്കാലം നമുക്ക് ആ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഞാനും ഇവിടെ ടാക്സി നോക്കി നോക്കാം. എന്നാലാണ് നമ്മൾ വിചാരിച്ച സമയത്ത് ഇതെത്തുള്ളൂ. അങ്ങനെ ട്രെയിൻ ക്യാൻസലായി. അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു തുടങ്ങി. പിന്നെ ഇതിലാണ് ഇവിടെ നിന്ന് കയറിയിട്ട് ഡൊവേ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കയറേണ്ടത്. അവിടെ നിന്ന് ചെന്നിട്ട് വേണം എനിക്ക് ടിവിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് മാറി കയറാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടില്ല. ചിലപ്പോൾ ഞാൻ കാറിലായിരിക്കും, ചിലപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ വല്ല ട്രെയിനോ ബസ്സോ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രെയിനിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 2 ബോഗി ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ. ഞാൻ ഇന്നലെ വന്ന ട്രെയിനും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. എനിക്കിത് ബർമിംഗ്ഹാമിലേക്ക് തിരിച്ചു പോകുന്ന ട്രെയിൻ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഇതിങ്ങനൊരു ഇതിലാണ് ഞാൻ വന്നത്. ട്രാൻസ്പോർട്ട് ഫോർ വെയിൽസ്. ഇത്ര ആൾക്കാരനെ ഉണ്ടാവുള്ളൂ ഈ സ്ഥലത്തേക്ക്. ഇത് ഏറ്റവും അറ്റത്തുള്ള സ്ഥലം. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതായിരുന്നു മറ്റിടത്തേക്കുള്ള ടിക്കറ്റ് വരുന്നത്. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. ആരും അടിക്കാന്ന് വിചാരിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ സ്റ്റേഷനിൽ കാണുന്നതാണ് ചില്ലൊക്കെ അത് കളിയാണ്. വെയിൽസിൻ്റെ ഓരോ ഇത് കാണാം. ആടും നമ്മളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവേ ജംഗ്ഷൻ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ സ്റ്റേഷനിലേക്ക് നല്ല ക്ലിയർ വെള്ളം കേട്ടോ. റെയിൽവേ ക്രോസിംഗ് 10,000 രൂപ പേഴായിരങ്ങൾക്ക് മുഴുവൻ നടന്നു കഴിഞ്ഞു. ഇതാണ് ഡാലിലിൻ റെയിൽവേ എന്നാണ് പറയാറ്. ഇവിടെയാണ് നമുക്ക് ഒരു സ്റ്റീം ട്രെയിനിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 11 മണിക്കായിരുന്നു. അപ്പോൾ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ അത് 1:30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരത്തേക്ക് ഉള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് കണ്ടിട്ട് പോവാം. ഇവിടുത്തെ വീടിൻ്റെ ഒരു ഭംഗി വേറെ കേട്ടോ. പച്ചപ്പിനെതിരൊക്കെ കാറൊക്കെ കയറി വെച്ചാൽ ഞാൻ ടിവിനിലിറങ്ങിയിട്ട് നേരെ പിന്നെ പോകാൻ പോകുന്നത് വാർഫ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്നാണ് നമുക്ക് സ്റ്റീം ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇത് ഇവിടെ കാണുന്നതൊക്കെ ഇവിടുത്തെ സ്കൂളൊക്കെ കേട്ടോ. ഇത് പ്രത്യേക ടൈപ്പ് ഇതാണ്. പിന്നെ നല്ല മഞ്ഞുണ്ട്, നല്ല രീതിക്കുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് രസമാണ് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഒരു നാട്ടിലൊക്കെ പറയുന്നത് നമ്മളൊരു ഊട്ടി ഫീലിലൊക്കെ പറയില്ല, അതേപോലെ തന്നെയുള്ളൊരു ഫീലാണ് എനിക്കിവിടെ ഉള്ളത്. അങ്ങനെ ഇനി നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ആ ടിക്കറ്റിൻ്റെ കേസൊക്കെ ഒന്ന് നോക്കണം, എന്താണ് അവസ്ഥ എന്ന് പറയണം. മാറ്റിയതിൻ്റെ കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട്
ടിക്കറ്റുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി സുഖമായില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലം നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തായാലും സ്റ്റേഷൻ്റെ അടുത്തല്ല, അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം. ടിക്കറ്റിന് എത്ര റേറ്റ് എന്നൊക്കെ അതിൻ്റെ ഒപ്പം കഴിഞ്ഞാൽ പറഞ്ഞുതരും. ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം. ഈ വാർത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ടാലിൻ ഡ്രൈവ്. ഇവിടെ സാന്റാ സ്പെഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മളും ബുക്ക് ചെയ്തേക്കണേ. ഞാൻ ഇതിനായിരുന്നു ആദ്യം പറഞ്ഞു, പക്ഷേ ഇതിലേക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ എന്താവുമെന്ന് കണ്ടറിയാം. നോക്കി നോക്കാം നമുക്ക് എന്തായാലും. Okay, that's Now, the train will come back down here at 12:30. yeah. Okay. And it is here for an hour. It leaves here at 1:30. 1:30. They will put new labels in all the windows, Okay. and there will be a label with your name on it. Okay. Okay? That's it, Be towards the back of the train. Okay, thank you. I heard some coffee shop here. So Yeah, we have a cafe here, Here. and the museum is open at the end of the platform Okay. as well. Thanks for All that. right? man. Have a lovely time. Okay. സോ സംഭവം കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നെയിമിലെ വരെ ഈ സംഭവം. അത് കാരണം ഈ പേരിൽ കിടക്കണം. അപ്പോൾ ആൾ പറഞ്ഞ പോലെ ഇനി 1:30ക്കാണ് ട്രെയിനുള്ളത്. 12:30 ആകുമ്പോൾ ആ ട്രെയിൻ തിരിച്ച് വരും. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണം. അവിടെ ഫേമസ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും അത് കുടിച്ച് നോക്കാം. ഇതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽസ്. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ റിവ്യൂവിൽ കണ്ടപ്പോൾ സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നാമത് ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിനോട് അത് കൊള്ളാം കേട്ടോ. ഇച്ചിരി ക്രീമിയാണ് സംഭവം. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതേപോലെ നേരെ അവർ ചോദിച്ചുകൊണ്ട് വന്നു. ഇനി ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം ഒന്ന് ജസ്റ്റ് കാണണം. ഈ പഴയ റെയിൽവേയുടെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അതൊക്കെ കണ്ടിട്ട് ഇവിടെ അടുത്തുള്ള എന്തെങ്കിലും കണ്ടിട്ട് നേരെ നമ്മൾ ട്രെയിനിൻ്റെ സംഭവം ആകുമ്പോൾ വരും. അതാണ് ജന്മല്ലെങ്കിൽ ഇതിൻ്റെ പേരൊന്നും വായിക്കാൻ പോകരുത്. ഹലോ. Have a look around the museum. Yeah. You been before? Sorry? You know it. Have you been here before? Your first visit. Yeah, first visit. Yeah. All right. There's a lot more in here than you might think. Okay. It represents narrow gauge railways throughout the UK and Ireland, Yeah. and there's 2 floors of it. Okay. Good look round takes about 3/4 of an hour, but you spend less or more if you want to. Okay. Do take a good look round, please, at the screens. Okay. The details are in the screens, right? Yes, there's a number of screens. There's also a number of photographs. Because although we've got a lot of exhibits in here, Yeah. on their own they don't mean very much. They're just pieces of metal in one sense. Because, you know, the scenes change so much. And the photographs and the film that you'll see around the place shows them where they used to work, where they used to run. Because you need in here in this country, only about 10% of narrow gauge railways ever carried passengers in the olden days. The rest were all either underground with coal mines, quarries. So each trains are military on sites. different places, right? Yes, all different places. So, I mean, take a good look round, but there's a lot to see. Yeah, I'll do my best to answer any questions I can. Okay, yeah. What country are you? India. Right. So, of course, I mean, you've got a lot of history of narrow gauge Yeah. and railways in general. I mean, I very much admire the Indian railway system. My wife's been out there several times, but I've not been. I mean, you've got a very impressive network of, Yeah, of there the is big a trains, lot of network trains there. but there's a lot of the smaller ones. Smaller ones. Yes. What's happened in the end with the Darjeeling Himalaya? Because there was worries about it might have to be cut back. Do you know what the situation is with that one at the minute? No, actually. You don't know? No. Fair enough if you don't know. Because, I mean, there's a lot of narrow gauge out in. But as I say, there's 2 floors of it. The big stuff's down here, obviously because of it's heavy. And the smaller stuff is upstairs. Smallest one, yeah. Yeah, smaller things. A lot of models of things. That's no So longer is this there. used for the colds or normal travel? Sorry? Is this used for the cold trains?
That was actually a funny one. That's a similar engine up there. Was actually a stone quarry down in Surrey, south of London, which still exists as a museum. Okay. There were 2 engines. That's the one that's down there. This is the one that's here. So this is the same actually It on is the the pictures. same. Yeah. There were 2 built the same. So They're what's old. the year of this one actually? This one? Yeah, 1860 this was made. 1860. A very old one. That's yeah. very old. Yeah. It is. The reason we have it here, it was made by the same small company who made the first 2 engines on the Talyllyn Railway. There were a lot of small loco builders in the UK. I don't know, well, there must have been 30 or 40 of them at one time in the early years. And these particular firm were based at Whitehaven in Cumbria, north of where you're going in Liverpool. They've closed many, many years ago. And So ഇതൊക്കെ പഴയ മറ്റേ എൻജിൻസ് ആണ്. filming as many as you want. Oh, yeah, I already filmed that. No restriction. സൗണ്ടൊക്കെ ഇട്ടിട്ട് പുള്ളി അങ്ങനെ ഇതൊക്കെ പഴയ പ്ലേറ്റുകളാന്ന് പറഞ്ഞ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മ്യൂസിയം 25 വർഷമായിട്ടുള്ള ഉണ്ടാക്കിയിട്ട്, പക്ഷേ ഇവിടുത്തെ സാധനങ്ങൾ ഇരിക്കുന്നതൊക്കെ നല്ലോണം പഴക്കമുണ്ട്. 10-200 വർഷം പഴക്കമുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാതരം മ്യൂസിയം സംഭവമൊക്കെയാണ് ഈ കാണുന്നത്. പുള്ളി കുറേ കഥയൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഞാൻ കുറേയൊക്കെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കുറേ നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൾ കാണിക്കാനാണ് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആൾക്കാരൊന്നും വന്നിരുന്നില്ല. ഇങ്ങനെ ട്രെയിനിൽ കയറുന്ന ആൾക്കാർ മാത്രമല്ല ഇവിടെ വരുള്ളൂ. അപ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പറയുമായിരുന്നു അവിടെ നിന്നിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ആ ഭാഗങ്ങളൊക്കെ ഈ വീട്ടിൽ ഉൾപ്പെടുത്താം. പോരാത്തതിന് എന്നോട് മറ്റേ ഹിസ്റ്ററി ചോദിച്ചായിരുന്നു ഈ ഇന്ത്യൻ റെയിൽവേയുടെ സംഭവമൊക്കെ ആയിട്ട്. നമുക്കങ്ങനെ അറിയില്ലല്ലോ. നമ്മൾ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു എന്നല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും ഇതിനെപ്പറ്റി കാര്യമായി അന്വേഷിക്കാൻ പോയിട്ടില്ലല്ലോ. ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ അത്ര പോരാ അവരുടെ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് സമയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെ പഴയ മറ്റേ ഇത് കൊണ്ടുപോകുന്ന ട്രെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസും വിഷ്വൽസൊക്കെ അവിടെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ റെയിൽവേ കണ്ടുപിടിച്ചത് വല്ലാത്തൊരു കണ്ടുപിടുത്തമെന്നുള്ള രീതിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇവരൊക്കെ വന്നിട്ടല്ലേ നമ്മളവിടെ ഈ റെയിൽവേ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത്. അപ്പോൾ അതിനുശേഷമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനും പഴയ സാധനങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പല റെയിൽവേ പേരും ഇയാൾക്കറിയാം. ഈ പറഞ്ഞ നാൾ അതിനെക്കുറിച്ചൊക്കെ വന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ ട്രെയിൻ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ അതുവരെ ഞാൻ എന്തായാലും ഇത് കാണിച്ചു തരാം. ഇവിടെയുള്ളത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. പൊതുവേ ഞാൻ മ്യൂസിയങ്ങൾ അങ്ങനെ വിസിറ്റ് ചെയ്യാറില്ല, എല്ലായിടത്തും ഒഴിവാക്കാതെ പതിവ്. അങ്ങനെയാണ് എനിക്ക് ഹിസ്റ്ററി വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല. പിന്നെ ഇതൊക്കെ കാണാൻ പിന്നെ ഒരു രസമുണ്ട്. ഒരു ഫുൾ റെയിൽവേയുടെ സംഭവം മൊത്തം വിസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് വെയിൽസിൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെയാണ് മ്യൂസിയം വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും മറ്റേ ട്രെയിനിന് വെയിറ്റിംഗ് ആണ്. ഞാൻ മറ്റേ അപ്പൂപ്പനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൂപ്പൻ എല്ലാ വിവരവും തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ട്രെയിനിപ്പോൾ ഉപയോഗിക്കുന്ന വർഷവും കൊല്ലവും അത് ഏത് ഇതാണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് ഒരു 4 സെറ്റ് ബുക്ക് തന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊന്ന് നോക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ എല്ലാ വിവരങ്ങളും തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ട്രെയിൻ എപ്പോഴാണ് വരണം എന്നുള്ള കേസൊക്കെ പറയാൻ വേണ്ടി പോയേക്കുക. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു വിട്ട ട്രെയിൻ ഇപ്പോൾ തിരിച്ചെത്തുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണെങ്കിൽ പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. ക്രിസ്മസിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ടിക്കറ്റിന് വില കുറവ്, അതേപോലെ തന്നെ ഇതായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് മെയ് ജൂണിലൊക്കെയാണ്. ജൂലൈയിലൊക്കെ ഇവിടുത്തെ പീക്ക് ടൈമാണ്. അപ്പോൾ അത് പറഞ്ഞു മെയിലും ജൂണിലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി വില കുറവിൽ ടിക്കറ്റ് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ലോങ്ങർ ജേണി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വിൻ്ററായ കാരണം കുറേ ഇതൊന്നും ഉപയോഗിക്കത്തില്ല. അത് ഇവർ എത്രത്തോളം കാലം ഓടിക്കാൻ പറ്റുമെങ്കിൽ എത്രത്തോളം കാലം ഓടിക്കുക എന്നുള്ള രീതിക്കാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ വിൻ്ററിൽ ഏതൊക്കെയോ എൻജിൻസൊക്കെ മാറ്റി വയ്ക്കുന്നോ അല്ലെങ്കിൽ ഏതൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ എൻജിൻ മാത്രമേ പഴയതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ
കുറച്ച് കാലം മുമ്പ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പുള്ളി ഇരുന്നിട്ട്. അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തേത്. ഇനി ട്രെയിൻ വന്നിട്ടുള്ളതാണ് അടുത്ത പരിപാടി ഉള്ളത്. ട്രെയിൻ വരണതാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പൂപ്പൻ എപ്പോഴാണ് വരുന്നതെന്നുള്ള ടൈം പറഞ്ഞാൽ വേണ്ടി വരാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോക്കും സംഭവങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിന്നാണ് ട്രെയിൻ ടേക്ക് ഓഫ്. ഈ പാലം പ്രത്യേകിച്ച് ചെറിയ പാലം, നാട്ടിലൊക്കെ ഉള്ളതിനൊക്കെ ചെറുതാണ്. Back in a minute. In a minute? Very soon. 5 or 10 minutes at the most. Okay. Okay, thank you for that. Yeah, okay. അപ്പം ടൈമിങ് പറഞ്ഞിരുന്നു. You can say hi. Sorry? You can say hi to her. Yeah. Hiya. Hello. You're filming it all as you go, is it? Like, Yeah, yeah. if you... Doing all right at the moment from what we hear. Sorry? It seems to be doing all right as a country. Yeah, it's good actually there. Yeah. Actually, we have to come here for the work actually. What do you do? I work as a quality controller. Right. Yeah, in the food industry. Yeah. I mean, is there not the opportunities over there? There's better opportunities here. We have, but I think we have more salary here in the But Europe. Still, I'm pleased about that. Yeah. Well, I'm Because not pleased when that we you can't convert earn the as much. money, it's more than like 1 pound there is 100 rupees in our country. Yeah, it is. So that's the money conversion thing actually. Right. So when we earn the money here, when we transfer it to our country, it is big Oh, amount. good. I know it used to be the case. Yeah. I was hoping things had improved over there sufficiently that people were able to earn good money over there. So it's not going to be a few years yet then. Yeah. We have a lot of peoples here Yeah. from India. I know you have, yes. I met them. So you met anybody here before from India? Oh, gracious, dozens. Well, I'm from Leicester originally, and of course there was a lot of people over there originally. Although many that I met had not come here directly from India. Yeah. Many of them were people who had probably the family before them had gone to East Africa for business. Business, And then yeah. they got thrown out of East Africa Oh, in that the is 1960s and 70s and came over so here. they are not direct Indians, but No, they not are. so many direct Indians. No. But I've met quite a lot. We get plenty here on the I think I railway. searched for this place, so nobody have any ideas about this place. That's why I'm feeling here. No, this is good because the problem is here we are very much out, not near any major centres of population. You know, people have to know about the railway to find that, to know that it's here. Station, yeah. But we get people from all over. Just last weekend, I counted people here from South Africa, from Canada, Yeah. from Australia, and also there was some people from South Korea. South Korea. Yeah. So that's the main people comes here. Yeah. Well, no, plenty. Yeah, I'd say so. I mean, this was just last weekend. I saw people from all those countries in one weekend. What we're missing, we don't get many Americans now. Okay. We're not sure why, whether they're short of money or what, we just don't know. It's very noticeable. But we get people from really any of the English-speaking countries, Yeah. put them all together. We don't get many New Zealanders, but then it's a small country anyway. We're getting an increasing number from. അപ്പോൾ പുള്ളിയോട് ഞാൻ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായാലും സമയം ഉണ്ടായിരുന്നു പിന്നൊന്നും. അപ്പോൾ പുള്ളി ഇവിടെ വോളണ്ടിയറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ മിക്ക ആൾക്കാരും അങ്ങനെ ഇതിനെ കാത്തു രക്ഷിക്കാൻ വേണ്ടി, അതായത് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് ഇനി എന്തോ പ്രോജക്റ്റൊക്കെ വരുന്നുണ്ട് ഇവിടെ അടുത്തുള്ള. ഇതിപ്പോൾ കുറേയൊക്കെ നാശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിപ്പയറിങ് വർക്ക്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പുള്ളി. അതേപോലെ തന്നെ നീ ഈ ആഴ്ച നിൽക്കുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. മീൻസ് ഈ വീക്കെൻഡ് നിൽക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഇവിടെ പാലത്തിൻ്റെ മുകളിൽ മരം വീണിട്ടുണ്ട്. അപ്പോൾ ഏതൊരു റൂട്ട് ബ്ലോക്കാണ്. സോ അത് മാറ്റാനുള്ള ആൾക്കാരെ വോളണ്ടിയറായിട്ട് ആവശ്യമുണ്ടെന്നൊക്കെ രീതിക്ക് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ലീവ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ എനിക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ നിന്ന് പോകുകയെന്നുള്ളത്. ഞാൻ അടുത്തത് ഇന്നേക്ക് ലിവർപൂൾ അല്ലെങ്കിൽ നാളെ നോക്കണം. നാളെ ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ കുറേ ട്രെയിനുകളൊക്കെ ക്യാൻസലായി പോകാൻ വഴിക്ക് ഉണ്ടാകുമോ തന്നെ അറിയത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ സമയം നോക്കിയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഷ്രൂസ്ബെറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്ന് നേരെ ചെസ്റ്റർ പിടിക്കണം. ചെസ്റ്ററിൽ നിന്ന് നേരെ കിട്ടുകയാണെങ്കിൽ നേരെ വാരിങ്ടൺ പോകണം. അവിടെ എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ എത്തിക്കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്.
അപ്പോൾ അതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ സമയം അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ട്രെയിൻ ലേറ്റാണ്, എല്ലായിടത്തും പ്രശ്നമാണ്, മഴയും സംഭവങ്ങളും ഇതൊക്കെ ആയത് കാരണം എല്ലാതും ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഇനി ട്രെയിൻ വന്നിട്ട് വേണം അവിടുത്തെ ജേണിയും സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഓടുന്നു എന്നല്ല ഉള്ളൂ, അതന്നെ ഉള്ളൂ. അപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നേക്കാണ്, ക്രിസ്മസ് ട്രെയിനാണ്. ഇത് 11 മണിക്ക് പോയ ട്രെയിനാണ്. ഇവിടെ 2 കാലത്തുണ്ടായിരുന്നു, 1:30. ഈ ട്രെയിനിങ് കുറച്ച് നിർത്തിയിട്ടിട്ട് 1:30 എടുക്കും. അതാണ് പരിപാടി. ഇതാണ് ആ എൻജിൻ എന്ന് പറഞ്ഞത്. ഓപ്പൺ ആയി കൊടുക്കും. ഇതാണ് നമ്മുടെ സ്റ്റീം ട്രെയിൻ. ഇവിടെ നമ്മളിങ്ങനെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ് സംഭവങ്ങളൊക്കെ വരുന്നത്. അതായത് നമ്മൾ ഇതിലാണ് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു അക്ഷരം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ടാലിൽ ഡ്രൈവ് ചെയ്യുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഇതിൻ്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്കിത് സ്റ്റീമൊക്കെ പോലെ കാണാം. ഇന്നത്തെ ഈ ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യണത്. അവർ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി യാത്രയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അതിലിരുന്ന് കൊണ്ട് കാണുന്നത്. അങ്ങനെ ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ബോഗിയിലാണ് സ്റ്റാർട്ട് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് തുറന്ന് കയറിയിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഹായ്, You on your own? Okay. ഓക്കെ, താങ്ക് യു. പുള്ളി പിന്നെ വന്നിട്ട് ലോക്ക് ചെയ്തിട്ട് പോവും. അപ്പോൾ അങ്ങനെ ഈ ജനലൊക്കെ തുറക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ടീം വരാൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോവാണ്. അവിടെ എല്ലാവരും ടാറ്റൊക്കെ തരുന്നുണ്ട്. ഈ ട്രെയിനിൽ കാഴ്ചകളൊക്കെ സൂപ്പറാട്ടോ. നമ്മുടെ ആടുംകൂട്ടങ്ങളും സംഭവങ്ങളും റോഡിൽ നടക്കുന്നുണ്ട്. വെയിൽസിന് നല്ല അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടി മൊത്തം നമുക്ക് ഇതിലിരുന്ന് കാണാം. ഓ, ക്രിസ്മസിന് എൻ്റെ മോനെ ഇതിലും മികച്ച പരിപാടി ആയിരുന്നില്ല. അത്രയും ഹാപ്പി ആയി അവളെ എന്നിട്ട്. കൊള്ളാം. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ സംഭവമായിരുന്നു കേട്ടോ സ്റ്റീം ട്രെയിനിലൊക്കെ പോകണമെന്നുള്ളത്. അപ്പം അതങ്ങനെ സാധിച്ചു. പോണ വഴിക്ക് നമുക്ക് ഈ കാരവാൻ്റെ ഒക്കെ പാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ഈ അത്യാവശ്യം ക്യാമ്പേഴ്സ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അത് പിന്നെ ഫുള്ളൊരു പച്ചപ്പ് പിടിച്ച ദിവസമല്ല. ഞാൻ എന്താണോ വെയിൽസിൽ കാണണമെന്ന് ഉദ്ദേശിച്ച് അത് ഇവിടെ കാണാനുണ്ട്. അവിടെ ഇൻ്റർവ്യൂസ് ഒക്കെ സൂപ്പറല്ലേ. അതിൽ ഈ ഹോണൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഈ ഓരോ ഹോൺ അടിക്കുമ്പോഴും മറ്റേ സ്റ്റീം വിടുന്നുണ്ട് കേട്ടോ ബാക്കിൽ നിന്നിട്ട്.
അപ്പോൾ നിങ്ങളെങ്ങാനും വെയിൽസ് വരുന്നുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് എന്തായാലും വിട്ടുപോകരുത്. അത്ര അടിപൊളിയാണ്, ഞാൻ പറയണം, അത്ര അടിപൊളിയാണ്. ഈ വ്യൂ ഒക്കെ ഇനി എവിടെ നിന്ന് കാണാനാ? അതും സ്റ്റീം ട്രെയിനിൻ്റെ ഉള്ളിരുന്നിട്ട്. സൗണ്ട് ഒന്നും കേൾക്കുന്നുണ്ട്, ട്രെയിനിൻ്റെ സൗണ്ട് മാത്രം. മഞ്ഞ് മുതച്ച പോലെ കളിക്കും. ഇവിടെ നമുക്ക് കുറച്ച് താത്തുകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് ക്ലാസ് കൊടുക്കുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ കുറച്ച് നേരത്തേക്ക് നിർത്തിയിട്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്താ സംഭവം നോക്കിയത്. ഇവരൊക്കെയാണ് ഇവിടെ ട്രെയിനുള്ളത്. ഞാൻ ബുക്ക് ചെയ്തത് മറ്റേ ക്രിസ്മസിൻ്റെ ഇതായിരുന്നു. അതാണ് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ എന്താ പരിപാടിയൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം അങ്ങനെയാണ്. ഹലോ, ഹാപ്പി ക്രിസ്മസ്. Happy Christmas to you too. No, I meant. Oh, Jojo, you're going to say hello I'm to alone, Santa. yeah. Fair enough, we'll have to wait for a moment Okay. if we want to go to see Santa. Yeah, no problem. പാപ്പനെ കാണാൻ പോവാണ് നമ്മള്. Santa, you've got somebody come to see you. Hi. Hiya. How How are are you? you doing? Fine. How are you? Fine. I was thinking, what you got there? It's video. Yeah, Actually, So- how are you? very nice indeed. How are you? Fine, So, very fine. Where do you come from? I'm from India actually, Yes, but I'm staying in Northern Ireland. North Ireland, Northern Northern Ireland. Ireland. Yeah. Wow. So, when So do you how's go? the Christmas for you? That Christmas is getting better. Better, yeah. But tomorrow I shall be on my own. Oh, okay. That's So you nice. are going somewhere? Yeah, I will doing no work tomorrow. I To, have done it all today. today, yeah. Okay. So it's nice to be. It's nice to see all the people. Yeah. And we're having a lot of people from India Is it? coming to see us. Yes. Is it? Yeah. Okay. Yes, a lot of people. That's nice to hear actually. Yes, yes, it is. I like to see people from all the world. All the world, yeah. Yeah. പാപ്പനെ കണ്ടു. ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉണ്ട്. Would you like a sticker to say you've seen Santa? You want a sticker or you want... Okay. Yeah, it's got to have it, definitely. You see Santa, there we There are. we go. Yeah, okay. Anything to Okay, only this one. Thank you so much. Wine or hot spiced apple? Okay, I will take the wine. Okay, thank you very much. Happy Christmas. Merry Christmas, dear. അപ്പോൾ വൈനും അതേപോലെ തന്നെ ഒരു കുക്കീസും കിട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് സെറ്റിലായിട്ട് അത് കഴിക്കാം. നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കുക്കി വൈൻ. അങ്ങനെ അത് അങ്ങനെ ക്രിസ്മസിന് സാന്റനെ കണ്ടു ഞാൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തോ ഫോൾസ് അങ്ങോട്ടുണ്ട്. ഇവിടുന്ന് പോയി നോക്കണം. നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ ഞാൻ എന്തായാലും ഫോൾസ് കാണാൻ പോയില്ല. അവിടെ നിന്ന് കണ്ടു, ഒരു എത്തി നോക്കുന്ന പോലെ കണ്ടു. ഈ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വൈൻ്റെ ടേസ്റ്റ് അല്ല. ഒരു ഇതൊക്കെ തോന്നുന്നു ആൽക്കഹോളിക്കും അല്ല ഈ സംഭവം. അതിൽ ആൽക്കഹോളില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കൊള്ളാം. പക്ഷേ വൈൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കുക്കീസ് അതൊരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നോ, ഇത് കൊള്ളാം. നൈസ്. അത് എന്താ പറയുക, നമ്മുടെ പ്ലം കേക്കിലല്ല, പ്ലം കേക്കല്ല, ക്യാരറ്റ് കേക്ക് കഴിച്ചിട്ടുണ്ടോ അതേപോലത്തെ ഒരു ടേസ്റ്റ്. ഇതേവിടെ കുറച്ച് ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഞാൻ ട്രെയിൻ
ഇനി ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോക്കാണോ എന്ന് അറിയത്തില്ല, നോക്കി നോക്കണം. അത് അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ പോയ സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും. അതൊരു 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ മറ്റേ എന്താണ് ഇനി കയറിയിരിക്കാം. ഇനി കുറച്ച് ആൾക്കാരോടെ കയറി കാണാണ്ട് പാപ്പനൊക്കെ. അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയായിരുന്നു. കൊള്ളാം. അപ്പോൾ അത് ട്രെയിൻ തിരിച്ചു പോകണം. ഇപ്പോൾ നമ്മൾ ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ സീറ്റ് മാറണം. അപ്പോൾ അപ്പുറ സൈഡിൽ പോവാം. അപ്പോൾ നമ്മൾ കണ്ടതിന് അടുത്ത അപ്പുറ സൈഡിലേക്കുള്ള കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. അതേ വഴികൾ തന്നെ. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് സ്റ്റീം 2 വഴി കൂടി വരില്ല. ഈ സൈഡിൽ കൂടി ആ സൈഡിൽ വരാനാണ് കാരണം ഇപ്പോഴത്തെ എഞ്ചിൻ നമ്മുടെ അടുത്താണുള്ളത്. പിന്നെ ഈ സംഭവം മ്യൂൾഡ് വൈൻ ആയിരുന്നു കേട്ടോ. മ്യൂൾഡ് വൈൻ ആയതുകൊണ്ടാണ് അങ്ങനെ അത് കേട്ട് ചോദിച്ചത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ മാപ്പിലുണ്ടായിരുന്ന ഈ സ്ഥലത്ത് ശരിക്കുള്ള പേര് അതെ ഈ കാണുന്ന സ്റ്റോപ്പൊക്കെ ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഇന്ന് ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ വന്നിരുന്നത് ഡോൾ ഗോച്ച് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ വന്നത് ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ ക്രിസ്മസ് ആഘോഷിച്ചത്. ഇവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ നോർമൽ റൈഡ്സ് ബാക്കിയുള്ള ദിവസങ്ങളിൽ വെച്ചാൽ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ പോകും. ഇതാണ് ലോങ് റൈഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഏരിയയിൽ മൊത്തം എന്തോ പ്രശ്നം ആയതുകൊണ്ടാണ് ഇപ്പോൾ ട്രെയിൻ ആ വഴിക്ക് പോകാത്തത്. സോ ഇത് തൊട്ടിട്ട് ഇതുവരെ പോയിട്ട് അവർ തിരിച്ചു വരിക ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കും ഈ വീഡിയോൻ്റെ ലാസ്റ്റ്. നമ്മൾ വെയിൽസത്തെ നമ്മുടെ സ്റ്റീം ട്രെയിൻ യാത്ര എന്നുള്ള ബക്കറ്റ് ലിസ്റ്റാണ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം കേട്ടോ. ഞാൻ ക്രിസ്മസിന് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുവിധം ഞാൻ ലണ്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വെയിൽസ് വരെ എത്തിക്കുകയാണ്. എൻ്റെ അടുത്ത ലൊക്കേഷൻ ലിവർപൂളിലേക്കാണ്. അത് മിക്കത് ഞാൻ കസിൻസിൻ്റെ വീട്ടിലായിരിക്കും. സോ ഞാൻ വീട്ടിലത്തെ സംഭവങ്ങളൊന്നും ഇടാൻ പോകുന്നുണ്ടാവില്ല അധികം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവിടെ അറിയിക്കാം, കുഴപ്പമില്ല. എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്സോ അല്ലെങ്കിൽ യാത്ര ടിപ്സോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഇന്ന് അങ്ങോട്ട് എത്തുമോ എന്നുള്ളത് പറയാൻ ഉറപ്പില്ല എനിക്ക്. കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ചാർജ് കുറവാണ്. ഇത് ഞാൻ ചാർജ് ചെയ്തിട്ട് വേണം ഇനി ബാക്കിയുള്ള ട്രെയിനിൻ്റെ വിവരങ്ങളൊക്കെ നോക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകാൻ. അപ്പോൾ എന്തായാലും നാട്ടിലിപ്പോൾ ക്രിസ്മസ് ആയി. ഇന്ന് 25 ഉണ്ടാവും നാട്ടിൽ ഈ സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ വക ഒരു ഹായ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിനും ഇത്ര നേരം വരെ കണ്ടു തന്നതിനും താങ്ക് യു. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഇങ്ങനെ കുതിച്ചു പോകാനുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി കേൾക്കാം. അപ്പോൾ അങ്ങനെ അത്രയുള്ള ഈ വീഡിയോ. അപ്പോൾ ഡിൻഡോ സൈനിങ് ഓഫ്.